വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 34 അധ്യായം. രാജാവായപ്പോൾ ജോസിയായ്ക്ക് 8 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 31 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. തന്റെ പിതാവായ ദാവീദിന്റെ സകല മാർഗങ്ങളിലും അവൻ ചരിച്ചു. അതിൽ നിന്ന് അവൻ ഇടം വലം വ്യതിചലിച്ചില്ല. തന്റെ ഭരണത്തിന്റെ 8-ാം വർഷത്തിൽ ചെറുപ്പമായിരിക്കെ തന്നെ അവൻ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിക്കുവാൻ ആരംഭിച്ചു. 12-ാം വർഷത്തിൽ അവൻ പൂജാഗിരികൾ, അക്ഷേരാകൾ, വിഗ്രഹങ്ങൾ, വാർപ്പു പ്രതിമകൾ എന്നിവയിൽ നിന്ന് യൂദായെയും ജെറുസലേമിനെയും ശുദ്ധീകരിക്കാൻ തുടങ്ങി. അവന്റെ മുൻപിൽ വെച്ച് അവർ ബാലിന്റെ ബലിപീഠങ്ങൾ തകർത്തു. അവയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഉന്നത ധൂപപീഠങ്ങൾ അവൻ തല്ലി തകർത്തു. അക്ഷേരാകളും വിഗ്രഹങ്ങളും വാർപ്പു പ്രതിമകളും തച്ചുടച്ച് ധൂളിയാക്കി അവയ്ക്ക് ബലിയർപ്പിച്ചിരുന്നവരുടെ ശവകുടീരങ്ങൾക്ക് മീതെ വിതറി. പൂജാരിമാരുടെ അസ്ഥികൾ അവരുടെ ബലിപീഠങ്ങളിൽ വച്ച് കത്തിച്ചു. അങ്ങനെ യൂദായെയും ജെറുസലേമിനെയും അവൻ ശുദ്ധീകരിച്ചു. കൂടാതെ മനാസയുടെയും എഫ്രായിമിന്റെയും ശിമയോന്റെയും പട്ടണങ്ങളും നഫ്താലി വരെയുള്ള അവയുടെ പ്രാന്തപ്രദേശങ്ങളും അവൻ ബലിപീഠങ്ങളും അക്ഷേരാകളും തകർക്കുകയും വിഗ്രഹങ്ങൾ പൊടിയാക്കുന്നതിന് കഷ്ണങ്ങളാക്കുകയും ചെയ്തു. ഇസ്രായേൽ ദേശത്തുടനീളമുണ്ടായിരുന്ന ധൂപപീഠങ്ങൾ തച്ചുടച്ചു. പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. തന്റെ ഭരണത്തിന്റെ 18-ാം വർഷത്തിൽ ദേശവും ഭവനവും ശുദ്ധീകരിച്ചതിനു ശേഷം അസാലിയായുടെ പുത്രൻ ഷാഫാനെയും നഗരാധിപനായ മാസേയായെയും യോവാഹസിന്റെ പുത്രനും രേഖാസൂക്ഷിപ്പുകാരനുമായ യോവാഹിനെയും തന്റെ ദൈവമായ കർത്താവിന്റെ ആലയം നവീകരിക്കുന്നതിന് അവൻ അയച്ചു. അവർ വന്ന് വാതിൽ കാവൽക്കാരായ ലേവായർ ശേഖരിച്ച് ദേവാലയത്തിൽ എത്തിച്ച പണം പ്രധാന പുരോഹിതനായ ഹിൽക്കിയായെ ഏൽപ്പിച്ചു. അത് മനാസയിലും എഫ്രായിമിലും നിന്നും ഇസ്രായേലിൽ ശേഷിച്ച എല്ലാവരിൽ നിന്നും യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരിൽ നിന്നും ജെറുസലേം നിവാസികളിൽ നിന്നും പിരിച്ചെടുത്തതായിരുന്നു. അവർ അത് കർത്താവിന്റെ ആലയത്തിൽ ജോലി ചെയ്യുന്നവരുടെ മേൽനോട്ടക്കാരുടെ കൈവശം ഏൽപ്പിച്ചു. അവർ അത് കർത്താവിന്റെ ആലയത്തിൽ ആലയം പുനരുദ്ധരിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനുമായി പണിയെടുത്തിരുന്ന ജോലിക്കാർക്ക് കൊടുത്തു. യൂദാ രാജാക്കന്മാർ നശിപ്പിച്ച കെട്ടിടങ്ങൾക്ക് ഉത്തരങ്ങളും തുലാങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള തടിയും ചെത്തിയെടുത്ത കല്ലും വാങ്ങുവാൻ അവർ അത് കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും കൊടുത്തു. ആളുകൾ വിശ്വസ്തയോടെ ജോലി ചെയ്തു വന്നു. മെറാര്യരിൽ നിന്നുള്ള ലേവായരായ യഹത്തും ഒബാദിയായും കെഹാത്യരിൽ നിന്നുള്ള സഖറിയായും മെഷുല്ലാമും അവരുടെ മേൽ നിയുക്തരായിരുന്നു. സംഗീതോപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള എല്ലാ ലേവായരും ചുമടെടുക്കുന്നവരുടെ മേലും ഓരോ തരം ശുശ്രൂഷയ്ക്കായി ജോലി ചെയ്യുന്ന എല്ലാവരുടെ മേലും ചുമതലക്കാരായി. ലേവായരിൽ ചിലർ പകർപ്പെഴുത്തുകാരും ഉദ്യോഗസ്ഥരും കാവൽക്കാരുമായി. കർത്താവിന്റെ ആലയത്തിൽ നിക്ഷിപ്തമായിരുന്ന പണം പുറത്തെടുത്തപ്പോൾ മോശെ വഴി നൽകപ്പെട്ട കർത്താവിന്റെ നിയമത്തിന്റെ ഒരു ഗ്രന്ഥം പുരോഹിതനായ ഹിൽക്കിയ കണ്ടെത്തി. പകർപ്പെഴുത്തുകാരനായ ഷാഫാനെ അക്കാര്യം അറിയിച്ചുകൊണ്ട് ഹിൽക്കിയ പറഞ്ഞു, കർത്താവിന്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു. ഹിൽക്കിയ ആ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു. ഷാഫാൻ ആ പുസ്തകം രാജാവിന്റെ അടുത്ത് കൊണ്ടുചെന്നു. അവൻ രാജാവിന്റെ അടുത്ത് വീണ്ടും വാർത്ത എത്തിച്ചു പറഞ്ഞു, അങ്ങയുടെ ദാസന്മാർ വഴി അങ്ങ് നിർദ്ദേശിച്ചതെല്ലാം അവർ ചെയ്യുന്നു. കർത്താവിന്റെ ആലയത്തിൽ അവൻ കണ്ടെത്തിയ പണം ചുരിഞ്ഞെടുത്ത് അവർ ജോലി ചെയ്യുന്നവരുടെ കൈവശവും മേൽനോട്ടക്കാരുടെ കൈവശവും ഏൽപ്പിച്ചു. രാജാവിനെ പകർപ്പെഴുത്തുകാരൻ ഷാഫാൻ ഇപ്രകാരം അറിയിച്ചു, പുരോഹിതനായ ഹിൽക്കിയ എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട്. ഷാഫാൻ അത് രാജസമക്ഷം വായിച്ചു. നിയമത്തിന്റെ വചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് തന്റെ വസ്ത്രം കീറി. ഹിൽക്കിയ, ഷാഫാന്റെ പുത്രൻ അഹീക്കാം, മിക്കായുടെ പുത്രൻ അബ്ദോൻ, പകർപ്പെഴുത്തുകാരനായ ഷാഫാൻ, രാജസേവകനായ അസായ എന്നിവരോട് കൽപ്പിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു,
കണ്ടുകിട്ടിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെപ്പറ്റി നിങ്ങൾ പോയി എനിക്ക് വേണ്ടിയും ഇസ്രായേലിലും യൂദായിലും അവശേഷിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് ആരായുവിൻ. ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം അനുസരിച്ച് കർത്താവിന്റെ വചനം പാലിക്കുന്നതിന് നമ്മുടെ പിതാക്കന്മാർ ശ്രദ്ധ വയ്ക്കാതിരുന്നതിനാൽ കർത്താവിന്റെ ഉഗ്രകോപം നമ്മുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നല്ലോ. ഹിൽക്കിയായും രാജാവിന്റെ ആളുകളും ഹുൽദ പ്രവാചികയുടെ അടുത്തേക്ക് പോയി. ഹസ്രായുടെ പുത്രനായ തോഹത്തിന്റെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷെല്ലൂമിന്റെ ഭാര്യയായിരുന്നു അവൾ. ജെറുസലേമിൽ 2-ാം ഭാഗത്താണ് അവൾ പാർത്തിരുന്നത്. അവർ അവളോട് ഇക്കാര്യം സംസാരിച്ചു. അവൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിങ്ങളെ എൻ്റെ അടുത്തേക്ക് അയച്ച ആളിനോട് പറയുവിൻ, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ ഈ സ്ഥലത്തിന്മേലും ഇതിൽ വസിക്കുന്നവരുടെ മേലും തിന്മ, അതായത് യൂദാ രാജസമക്ഷം അവർ വായിച്ച ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല ശാപങ്ങളും കൊണ്ടുവരുന്നു. എന്തെന്നാൽ അവർ എന്നെ പരിത്യജിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളെല്ലാം കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കത്തക്ക വിധം അന്യദേവന്മാർക്ക് കാഴ്ച അർപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ സ്ഥലത്തിന്മേൽ എൻ്റെ ക്രോധം ചൊരിയപ്പെടും, അത് ശമിക്കുകയില്ല. കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂദാ രാജാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയുവിൻ, നീ കേട്ട വാക്കുകളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിനും ഇവിടെ വസിക്കുന്നവർക്കും എതിരായ വാക്കുകൾ കേട്ടപ്പോൾ നിന്റെ ഹൃദയം മൃദുലമാവുകയും നീ ദൈവസമക്ഷം നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും എൻ്റെ മുൻപിൽ എളിമപ്പെട്ട് വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാനും നിന്നെ കേട്ടിരിക്കുന്നു. കർത്താവിന്റെ അരുളപ്പാട്. ഇതാ ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർക്കുകയും നീ സമാധാനത്തിൽ നിന്റെ കബറിടത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും. ഈ സ്ഥലത്തിൻ്റെയും ഇവിടെ വസിക്കുന്നവരുടെയും മേൽ ഞാൻ വരുത്താനിരിക്കുന്ന തിന്മകളൊന്നും നിന്റെ കണ്ണുകൾ കാണേണ്ടി വരികയില്ല. അങ്ങനെ അവർ രാജാവിന്റെ പക്കലേക്ക് സന്ദേശം എത്തിച്ചു. അപ്പോൾ രാജാവ് ആളയച്ച് യൂദായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. യൂദായിലെ ഓരോരുത്തരെയും, അതായത് ജെറുസലേമിൽ വസിക്കുന്നവരെയും പുരോഹിതന്മാരെയും ലേവായരെയും വലിയവൻ മുതൽ ചെറിയവൻ വരെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിന്റെ ആലയത്തിലേക്ക് കയറി. കർത്താവിന്റെ ആലയത്തിൽ കണ്ടുകിട്ടിയ ഉടമ്പടിയുടെ ഗ്രന്ഥത്തിന്റെ വചനങ്ങളെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. പ്രസ്തുത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയുടെ വാക്കുകൾ അനുഷ്ഠിക്കുന്നതിന് താൻ കർത്താവിനെ പിഞ്ചൊല്ലുമെന്നും തൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്തൃസമക്ഷം ഉടമ്പടി ചെയ്തു. ജെറുസലേമിലുണ്ടായിരുന്ന എല്ലാവരും ബെഞ്ചമിൻകാരും അതിനോട് ചേർന്ന് നിൽക്കുവാൻ അവൻ ഇടയാക്കി. ജെറുസലേം നിവാസികൾ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് പ്രവർത്തിച്ചു. ഇസ്രായേലരുടെ ദേശത്തുണ്ടായിരുന്ന സകല മ്ലേച്ഛതകളും ജോസിയ നീക്കം ചെയ്തു. തങ്ങളുടെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇസ്രായേൽ നിവാസികളെ അവൻ നിർബന്ധിച്ചു. അവന്റെ കാലം മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പിൻചെല്ലുന്നതിൽ നിന്ന് അവൻ പിന്മാറിയില്ല. 2 ദിനവൃത്താന്തം 35-ാം അധ്യായം. ജോസിയ ജെറുസലേമിൽ കർത്താവിന്റെ പെസഹ ആചരിച്ചു. 1-ാം മാസം 14-ന് അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. അവൻ പുരോഹിതന്മാരെ അവരുടെ ചുമതലകൾ അനുസരിച്ച് നിയമിക്കുകയും കർത്താവിന്റെ ആലയത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ മുഴുവനെയും പഠിപ്പിച്ചിരുന്ന കർത്താവിന് സമർപ്പിതരായ ലേവായരോട് അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവായ ദാവീദിന്റെ പുത്രൻ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശുദ്ധ പേടകം സ്ഥാപിക്കുക. നിങ്ങളുടെ തോളിന് അത് ഭാരമാകേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും ശുശ്രൂഷിക്കുവിൻ. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ പ്രമാണപ്രകാരവും അവന്റെ പുത്രൻ സോളമന്റെ പ്രമാണപ്രകാരവും നിങ്ങളുടെ പിതൃഭവനത്തിന്റെ ക്രമമനുസരിച്ച് നിങ്ങൾ ഒരുങ്ങുവിൻ. സാമാന്യ ജനമായ നിങ്ങളുടെ സഹോദരരുടെ പിതൃഭവന ശാഖയനുസരിച്ച് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ. അങ്ങനെ ലേവായർക്ക് പിതൃഭവനത്തിന്റെ ഓഹരി ഉണ്ടാകട്ടെ. മോശ വഴിയുള്ള കർത്താവിന്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ പെസഹ കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങൾ സ്വയം വിശുദ്ധീകരിക്കുകയും
നിങ്ങളുടെ സഹോദരർക്കു വേണ്ടി അതിനെ തയ്യാറാക്കുകയും ചെയ്യുവിൻ. സന്നിഹിതരായിരുന്ന സാമാന്യ ജനത്തിലെ എല്ലാവർക്കും എണ്ണമനുസരിച്ച് പെസഹ അർപ്പിക്കുവാൻ 30,000 ആൺ ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 3000 കാളകളെയും ജോസിയ സംഭാവന ചെയ്തു. ഇവ രാജാവിന്റെ സമ്പത്തിൽ നിന്നായിരുന്നു. അവന്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവായർക്കും സ്വമനസ്സ സംഭാവന നൽകി. പുരോഹിതന്മാർക്ക് പെസഹ അർപ്പിക്കാൻ ദേവാലയത്തിലെ നേതാക്കന്മാരായ ഹിൽക്കിയ, സക്കറിയ, യെഹിയേൽ എന്നിവർ 2600 ആൺ ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 300 കാളകളെയും കൊടുത്തു. ലേവായർക്ക് പെസഹ അർപ്പിക്കാൻ കനാനിയായും അവന്റെ സഹോദരന്മാരായ ഷെമായായും നഥാനേലും ഹഷാബിയ, ജെയിയേൽ, യോസാബാദ് എന്നീ ലേവായ പ്രഭുക്കളും 5000 ആൺ ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 500 കാളകളെയും സംഭാവന ചെയ്തു. അങ്ങനെ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളായി. രാജകൽപ്പനയനുസരിച്ച് പുരോഹിതന്മാർ സ്വസ്ഥാനത്തും ലേവായർ സ്വന്തം ഗണങ്ങളനുസരിച്ചും നിന്നു. അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. ലേവായർ അവയെ തോലുരിഞ്ഞപ്പോൾ പുരോഹിതന്മാർ അവരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു. മോശയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവിന് കാഴ്ചയർപ്പിക്കാൻ വേണ്ടി സാമാന്യ ജനത്തിന്റെ പിതൃഭവനമനുസരിച്ച് ഗണങ്ങൾക്ക് കൊടുക്കാൻ അവർ ഹോമയാഗം മൃഗത്തെ നീക്കിവച്ചു. അങ്ങനെ തന്നെ കാളകളെയും. അവർ പെസഹ കുഞ്ഞാടിനെ വിധിപ്രകാരം തീയിൽ ചുട്ടെടുത്തു. അവർ വിശുദ്ധ വസ്തുക്കൾ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ചെടുത്തു. അവർ വേഗത്തിൽ സാമാന്യ ജനത്തിനെല്ലാം അവ എത്തിച്ചു കൊടുത്തു. അനന്തരം അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കും വേണ്ടി പാകം ചെയ്തു. അഹ്റോന്യരായ പുരോഹിതന്മാർ രാത്രി വരെ ഹോമയാഗവും കൊഴുപ്പും അർപ്പിക്കുകയായിരുന്നതിനാൽ ലേവായർ തങ്ങൾക്കും അഹ്റോന്യരായ പുരോഹിതന്മാർക്കും വേണ്ടി പാകം ചെയ്തു. ദാവീദ്, ആസാഫ്, ഹേമാൻ, രാജാവിന്റെ ദീർഘദർശിയായ യെദുത്തൂൻ എന്നിവരുടെ ചട്ടപ്രകാരം അസാഫ്യരായ ഗായകർ സ്വസ്ഥാനങ്ങളിൽ നിന്നു. വാതിൽ കാവൽക്കാർ ഓരോ വാതിൽക്കലും ഉണ്ടായിരുന്നു. അവർക്ക് തങ്ങളുടെ ശുശ്രൂഷയിൽ നിന്ന് തിരിയേണ്ടി വന്നില്ല. കാരണം അവരുടെ സഹോദരന്മാരായ ലേവായർ അവർക്ക് വേണ്ടി പാകം ചെയ്തിരുന്നു. അങ്ങനെ ജോസിയ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് പെസഹ ആചരിക്കാനും കർത്താവിന്റെ ബലിപീഠത്തിൽ ഹോമയാഗങ്ങൾ അർപ്പിക്കാനുമുള്ള ശുശ്രൂഷയുടെ ഒരുക്കങ്ങളെല്ലാം ആ ദിനത്തിൽ തന്നെ നടന്നു. അവിടെ സന്നിഹിതരായിരുന്ന ഇസ്രായേല്യർ ആ അവസരത്തിൽ തന്നെ പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും 7 ദിവസത്തേക്ക് ആചരിച്ചു. സാമുവേൽ പ്രവാചകന്റെ കാലം തുടങ്ങി ഇങ്ങനെ ഒരു പെസഹ ഇസ്രായേലിൽ ആചരിക്കപ്പെട്ടിട്ടില്ല. ജോസിയായും പുരോഹിതന്മാരും ലേവായരും യൂദ മുഴുവനും സന്നിഹിതരായ ഇസ്രായേലും ജെറുസലേം നിവാസികളും ആചരിച്ചതുപോലെ ഒരു പെസഹ ഇസ്രായേൽ രാജാക്കന്മാരും ആചരിച്ചിട്ടില്ല. ജോസിയായുടെ 18ാം ഭരണവർഷത്തിലാണ് ഈ പെസഹ ആചരിക്കപ്പെട്ടത്. ഇതിനെല്ലാം ശേഷം ജോസിയ ആലയം ഒരുക്കി കഴിഞ്ഞപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ യൂഫ്രട്ടീസിനോട് ചേർന്ന് കർക്കെമീഷിൽ യുദ്ധത്തിനായി കയറി വന്നു. ജോസിയ അയാളെ നേരിടാൻ പുറപ്പെട്ടു. അപ്പോൾ അയാൾ ദൂതരെ അയച്ച് അവനോട് ഇപ്രകാരം പറഞ്ഞു: യൂദാ രാജാവേ, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിനക്കെതിരെയല്ല. എന്റെ യുദ്ധം ഒരു ഭവനത്തിന് നേരെയാണ്. ദൈവമാണ് തിടുക്കം കൂട്ടാൻ എന്നോട് പറഞ്ഞത്. എന്നോടൊത്തുള്ള ദൈവത്തെ തടയുന്നത് നിർത്തൂ. അങ്ങനെ അവിടുന്ന് നിന്നെ നശിപ്പിക്കാതിരിക്കട്ടെ. എന്നാൽ ജോസിയ തന്റെ മുഖം അയാളിൽ നിന്ന് തിരിച്ചില്ല. അയാൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അവൻ വേഷപ്രച്ഛന്നനായി പോയി. അവൻ ദൈവത്തിന്റെ അധരത്തിൽ നിന്നുള്ള നെക്കോയുടെ വാക്കുകൾ കേട്ടില്ല. അവൻ മെഗിദോ താഴ്വരയിലേക്ക് യുദ്ധം ചെയ്യാൻ പോയി. വില്ലാളികൾ ജോസിയ രാജാവിനെ എയ്തു. രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞു: എന്നെ മാറ്റിക്കൊണ്ടു പോകുവിൻ, എന്തെന്നാൽ എനിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അവന്റെ സേവകന്മാർ അവനെ ആ രഥത്തിൽ നിന്ന് ഇറക്കി അവന്റെ 2ാം രഥത്തിലേക്ക് കയറ്റി. അവനെ അവർ ജെറുസലേമിൽ കൊണ്ടുചെന്നു. അവൻ മരിച്ചു. തന്റെ പിതാക്കന്മാരുടെ കബറിടത്തിൽ സംസ്കരിക്കപ്പെട്ടു. യൂദ മുഴുവനും ജെറുസലേമും ജോസിയായെക്കുറിച്ച് വിലപിച്ചു. ജെറമിയായും ജോസിയായെക്കുറിച്ച് ഒരു വിലാപഗാനം ആലപിച്ചിട്ടുണ്ട്. ഇന്നുവരെയുള്ള എല്ലാ ഗായകന്മാരും ഗായികമാരും തങ്ങളുടെ വിലാപഗാനങ്ങളിൽ ജോസിയായെ പരാമർശിച്ചിരിക്കുന്നു. അവർ അവ ഇസ്രായേലിൽ ഒരു പതിവാക്കിയിരിക്കുന്നു. ഇതാ,
അവ വിലാപഗീതങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോസിയായുടെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും കർത്താവിന്റെ നിയമത്തിൽ രേഖപ്പെടുത്തിയതുമനുസരിച്ചുള്ള അവന്റെ നന്മകളും ആദ്യാവസാനമുള്ള അവന്റെ പ്രവർത്തനങ്ങളും ഇതാ ജെറുസലേമിന്റെയും യൂദായുടെയും രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം. എന്നോട് ആരായാത്തവർക്ക് ഞാൻ ഉത്തരമരുളി, എന്നെ തേടാത്തവർക്ക് ഞാൻ കാണപ്പെട്ടു. എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് ദുർമാർഗ്ഗെ ചരിക്കുന്ന ദുശാഠ്യക്കാരായ ഒരു ജനത്തിനു നേരെ ഞാൻ ദിവസം മുഴുവൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. ആ ജനം ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികകളിന്മേൽ ധൂമവർപ്പിക്കുകയും ചെയ്ത് എപ്പോഴും നേരിട്ട് എന്നെ പ്രകോപിപ്പിക്കുന്നു. അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു, രഹസ്യസ്ഥലങ്ങളിൽ പാർക്കുന്നു. അവർ പന്നിയിറച്ചി ഭക്ഷിക്കുന്നു. നിന്ദ്യമായവയുടെ സത്താണ് അവരുടെ പാത്രങ്ങളിൽ. അവിടെ തന്നെ നിൽക്കുക, എന്നെ സമീപിക്കരുത്, ഞാൻ നിനക്ക് വിശുദ്ധനാണ് എന്ന് അവർ പറയുന്നു. അവർ എൻ്റെ നാസികയിൽ പുകയാണ്, ദിവസം മുഴുവൻ എരിയുന്ന തീയാണ്. ഇതാ എൻ്റെ മുൻപിൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ നിശബ്ദനായിരിക്കുകയില്ല, നിശ്ചയമായും ഞാൻ പകരം നൽകും. അവരുടെ മടിയിലേക്ക് ഞാൻ പകരം നൽകും. അവർ മലകളിൽ ധൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും ചെയ്തു. കർത്താവ് അരുൾ ചെയ്യുന്നു, അവരുടെ അകൃത്യങ്ങൾക്കൊപ്പം അവരുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും അവരുടെ പഴയ പ്രവൃത്തികൾക്ക് അവരുടെ മടിയിലേക്ക് ഞാൻ പ്രതിഫലം അളന്നിടും. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത്, കാരണം അതിലൊരു വരമുണ്ട് എന്ന് ഒരുവൻ പറയുന്നത് പോലെ എൻ്റെ ദാസരെ നശിപ്പിക്കാതിരിക്കാനായി അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യാക്കോബിൽ നിന്ന് ഒരു സന്തതിയെയും യൂദായിൽ നിന്ന് എൻ്റെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് സ്വന്തമാക്കും. എൻ്റെ ദാസർ അവിടെ വസിക്കും. എന്നെ അന്വേഷിച്ച എൻ്റെ ജനത്തിനു വേണ്ടി ഷാരോൺ ആട്ടിൻപറ്റത്തിന് മേച്ചിൽപ്പുറമാകും. ആഖോർ താഴ്വര കന്നുകാലികൾക്ക് വിശ്രമ കേന്ദ്രവും. എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവനു വേണ്ടി പീഠമൊരുക്കുകയും വിധിയുടെ ദേവനു വേണ്ടി വീഞ്ഞു കലർത്തി നിറയ്ക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും, കൊല്ലപ്പെടാനായി നിങ്ങളെല്ലാം തലകുനിക്കും. കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ല, ഞാൻ സംസാരിച്ചു, നിങ്ങൾ ശ്രവിച്ചില്ല. എൻ്റെ ദൃഷ്ടികളിൽ തിന്മയായത് നിങ്ങൾ ചെയ്തു, എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു. അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇതാ എൻ്റെ ദാസർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നു പൊരിയും. ഇതാ എൻ്റെ ദാസർ പാനം ചെയ്യും, നിങ്ങളോ തൃഷ്ണാർത്തരാകും. ഇതാ എൻ്റെ ദാസർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിതരായി തീരും. ഇതാ എൻ്റെ ദാസർ മനസ്സിൻ്റെ നന്മയാൽ ആനന്ദഗീതം ആലപിക്കും, നിങ്ങളോ മനോവേദനയാൽ നിലവിളിക്കുകയും മനം നുറുങ്ങി വിലപിക്കുകയും ചെയ്യും. ഞാൻ തിരഞ്ഞെടുത്തവരുടെ ശാപപ്രയോഗമായി നിങ്ങളുടെ നാമം നിങ്ങൾ അവശേഷിപ്പിക്കും. നാഥനായ കർത്താവ് നിങ്ങളെ വധിക്കും. തൻ്റെ ദാസരെയാകട്ടെ അവിടുന്ന് മറ്റൊരു പേര് വിളിക്കും. ഭൂമിയിൽ സ്വയം അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ സ്വയം അനുഗ്രഹിക്കും. ഭൂമിയിൽ ശപഥം ചെയ്യുന്നവൻ സത്യദൈവത്താൽ ശപഥം ചെയ്യും. കാരണം മുൻകാല ക്ലേശങ്ങൾ വിസ്മൃതമായിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടികളിൽ നിന്ന് നിശ്ചയമായും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഞാൻ നിശ്ചയമായും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ സ്മരിക്കപ്പെടുകയോ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. കാരണം ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഇതാ ഞാൻ സൃഷ്ടിക്കുന്നു. ജെറുസലേമിൽ ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ നിലവിളി ശബ്ദമോ ഇനി അവിടെ കേൾക്കപ്പെടുകയില്ല. അവിടെ ഇനി അല്പായുസ്സായ ശിശു ഉണ്ടാവുകയില്ല. തൻ്റെ ദിനങ്ങൾ പൂർത്തിയാക്കാത്ത വൃദ്ധനും മരണമടയുന്ന യുവാവിന് തീർച്ചയായും 100 വയസ്സുണ്ടായിരിക്കും. 100 വയസ്സാകാത്തവൻ ശബ്ദനായിരിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ നിർമ്മിച്ചതിൽ അന്യൻ വസിക്കുകയില്ല.
അവർ നട്ടത് അന്യൻ ഭുജിക്കുകയില്ല. എൻ്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയായിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ അധ്വാനിക്കുന്നത് വൃഥ ആവുകയില്ല. അത്യാഹിതത്തിനു വേണ്ടി അവർ ശിശുക്കളെ ജനിപ്പിക്കുകയില്ല. കാരണം അവർ അവരോടൊപ്പം അവരുടെ സന്തതികളും കർത്താവിനാൽ അനുഗ്രഹീതരുടെ സന്തതികളായിരിക്കും. അവർ വിളിക്കും മുൻപേ ഞാൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. പാമ്പിന്റെ ആഹാരം പൊടിയായിരിക്കും. എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം 19 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. സ്തെഫാനോസിനെ സംബന്ധിച്ചുണ്ടായ പീഡനം നിമിത്തം ചിതറിക്കപ്പെട്ടവർ ഫിനീഷ്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു. യഹൂദരോടല്ലാതെ മറ്റാരോടും അവർ വചനം പ്രസംഗിച്ചിരുന്നില്ല. അക്കൂട്ടത്തിൽ സൈപ്രസിൽ നിന്നും സൈറിനിൽ നിന്നുമുള്ള ചിലർ ഉണ്ടായിരുന്നു. അവർ അന്ത്യോക്യയിൽ വന്നപ്പോൾ ഗ്രീക്കുകാരെയും കർത്താവായ യേശുവിന്റെ സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു ജനക്കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വാർത്ത ജെറുസലേമിലുള്ള സഭയുടെ കാതുകളിലെത്തി. അവർ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവൻ അവിടെ എത്തി ദൈവത്തിന്റെ കൃപ കണ്ട് സന്തോഷിക്കുകയും കർത്താവിനോട് വിശ്വസ്തരായി സ്ഥിരചിത്തരായി നിലകൊള്ളുവാൻ സകലരെയും ഉപദേശിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവൻ നല്ലവനും പരിശുദ്ധാത്മാവാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വലിയ ജനക്കൂട്ടം കർത്താവിനോട് ചേർക്കപ്പെട്ടു. സാവൂളിനെ അന്വേഷിച്ച് അവൻ താർസൂസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. 1 വർഷം മുഴുവൻ അവർ ആ സഭയിൽ ഒന്നിച്ചുകൂടുകയും വലിയ ജനക്കൂട്ടത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടത്. ആ നാളുകളിൽ പ്രവാചകന്മാർ ജെറുസലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമമുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിലൂടെ അറിയിച്ചു. ക്ലൗദിയൂസിന്റെ ഭരണകാലത്ത് ഇതുണ്ടായി. ശിഷ്യർ ഓരോരുത്തരും താന്താങ്ങളുടെ കഴിവനുസരിച്ച് യൂദയായിൽ താമസിച്ചിരുന്ന സഹോദരർക്ക് സഹായം അയച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. ബർന്നബാസും സാവൂളും വഴി അത് ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ